കാളക്ക് കോഴി മട്ടനൊക്കെ കൊടുക്കുന്നോ? ഭയങ്കര സംശയത്തോടു കൂടി കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എന്താ വിചാരിച്ചു വെച്ചാലേ, ആ കോഴി കൊടുക്കണ അങ്ങോട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് കൊടുക്കണത്, എന്തൊക്കെയാണ് അതിലേക്ക് ചേർക്കണത് എന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അത് വിശ്വാസമാവുകയും ചെയ്യും. പിന്നെ വിശ്വാസമല്ല, ചിലർക്കൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള അറിയാത്ത ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കത് അറിയാനും നന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല, കാള വളർത്തുന്നതിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ കോഴി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണത് കാണും ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെ നോക്കിയാലും മെച്ചാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത് നാടൻ കോഴി കാളക്ക് കൊടുക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉപ്പാൻ്റെ കന്നുകൾ എന്നുള്ള ലിങ്കിൽ ഒരുപാട് മരുന്ന് കൊടുക്കണതൊക്കെ ഉണ്ട്. പക്ഷേ ആ കോഴി കൊടുക്കുന്ന രീതിയും ഇതും വേറെ വേറെയാണ് കേട്ടോ. നാടൻ കോഴി നന്നായിട്ട് അടിച്ച് ചതച്ച് പരത്തി എടുത്തിട്ട് മിക്സിയിലും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് ആക്കണം, എന്നാലേ അത് ഇങ്ങോട്ട് തുപ്പാതെ അങ്ങോട്ട് കഴിക്കുള്ളൂ. എന്നിട്ട് ഇപ്രാവശ്യം നമ്മൾ ചേർക്കുന്നത് കടയിൽ നിന്ന് വൈദ്യരെടുത്തു നിന്ന് വാങ്ങുന്ന മരുന്നാണ്. സാധാരണ ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട്, പക്ഷേ ഇത് അങ്ങനെയാണ്. വൈദ്യര മരുന്നിൻ്റെ കൂടെ 3 നാടൻ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നന്നായിട്ട് നല്ലെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം. വേറൊരു റെസിപ്പി ഉണ്ട് ചുവന്നുള്ളിയൊക്കെ ഉള്ളത്, അത് ഇതല്ല കേട്ടോ, അത് വേറെയാണ്. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതിന് കാളക്ക് കൊടുക്കണം. അപ്പം നേരെ തൊഴുത്ത് കൊണ്ടുപോയിട്ട് ഈവനിങ്ങിലാട്ടോ കൊടുക്കണം. പിന്നെ വയറ് ഓവർ ഫില്ലായ ടൈമിലൊന്നും നമ്മൾ കൊടുക്കൂല, അതിനൊരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തൊഴുത്തൊന്ന് വൃത്തിയാക്കണം. പുല്ലൊക്കെ തിന്നതൊക്കെ തൊഴുത്തിലുണ്ട്, പച്ചപ്പുല്ലില്ലേ കണ്ടില്ലേ, അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് വൈക്കോൽ എടുക്കണം. അതെന്തിനാ വൈക്കോൽ എന്ന് ആലോചിക്കണ്ട, വൈക്കോലിൽ ചേർത്ത് കൊടുത്താലുള്ള ആൾ ഇങ്ങോട്ട് തുപ്പാതെ അങ്ങോട്ട് ഇറക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കുറച്ച് വൈക്കോലും കൂടെ എടുത്തിട്ട് ഇതാ വൈക്കോലിൽ ഇങ്ങനെ ആക്കിയിട്ട് ആ വായൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കും. അപ്പോൾ അതിങ്ങനെ ആ വൈക്കോൽ ചവക്കണ ആ ഒരു കൂട്ടത്തിൽ കൂടെ അതങ്ങനെ ഇറക്കി വിടും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നാടൻ കോഴി കൊടുക്കുന്ന ഒരു രീതി. വേറെ രീതി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അത് പ്ലേലിസ്റ്റിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ മുഴുവനായിട്ടും കോഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ എങ്ങനെയാണ് നാടൻ കോഴി കൊടുക്കണമെന്ന്. ഇത് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇതൊക്കെ അറിയാനൊരു കൗതുകം കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കും ചെയ്യാം. ഒരു നാടൻ കോഴിക്ക് ഇത്ര അളവ് മരുന്ന് എന്നൊക്കെ ഉണ്ട് കേട്ടോ, അത് വൈദ്യരെടുത്ത് പോയി പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.